ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഷീ ഫിയർഡ് ഹെർ ഫാദേഴ്സ് റാത്ത് എന്നുള്ളതിന് പകരം ആങ്കർ എന്നുള്ള വേർഡ് ആയിരിക്കാം നമ്മൾ കുറേ പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആങ്കർ എന്നുള്ള വേർഡിന് പകരം യെസ് നിങ്ങൾ ഏത് വേർഡ് യൂസ് ചെയ്യുക, റാത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. യെസ്. ഇനി ഹി വെന്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ് അല്ലേ. അയാൾ എന്താണ് വെന്റ്. യു സി സ്പെല്ലിങ് ശ്രദ്ധിക്കുക, ഇത് VENT ആണ്. WENT എന്നൊരു വെന്റ് ഉണ്ട്, അത് ഗോഡ് പാസ്റ്റ് ടെൻസ് ആണ്. WENT എന്നൊരു വെന്റ് ഉണ്ട്, അത് ഗോഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഗോ വെന്റ് ഗോൺ ആണ് അല്ലേ. ഗോ എന്ന് പറയുന്നത് പോവുക. ഗോ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, പാസ്റ്റ് ടെൻസ് ഫോം ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, അതേപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോയിങ് അല്ലേ. യെസ്. അപ്പോൾ ആ വെന്റ് വേറെയാണ്, ഇത് VENT ആണ്. ഈ വെന്റിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ പ്രഷർ ചെയ്ത് വെച്ചേക്കണത് അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുറത്തേക്ക് തള്ളുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വെന്റ് എന്നുള്ള വേർഡ്. ഇപ്പം എന്തെങ്കിലും ഒരു ഇതിൽ എയർ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു എയർ ഉണ്ട്, നമ്മൾ അതിനെ പുറത്തേക്ക് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ അതിനെങ്ങനെ പുറത്തേക്ക് തള്ളുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു സംഭവം അതിനെ പുറത്തേക്ക് തള്ളുവാണെങ്കിൽ അവിടെ നമ്മൾ വെന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ആയാലും, അതിപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള യൂസേജ്, നമ്മൾ കൂടുതലും അതിനെ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ വെന്റ് എന്നുള്ള വേർഡ് കൂടുതലും കണക്ട് ചെയ്യാറ്. അതിപ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സങ്കടം അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവായ ഇമോഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഹാപ്പിനെസ് അല്ലെങ്കിൽ അത്തരം പോസിറ്റീവ് ഇമോഷൻസിൻ്റെ കൂടെ നമ്മൾ കൂടുതലും വെന്റ് എന്നുള്ള വേർഡ് അധികം യൂസ് ചെയ്യാറില്ല. നെഗറ്റീവ് ഇമോഷൻസ് ആയാലും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും പേടിയായാലും അല്ലെങ്കിൽ ഭയങ്കരമായ സങ്കടമായാലും ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ദേഷ്യമായാലും അല്ലേ, അതിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളി അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഇമോഷൻ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് വെന്റ് എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഹി വെന്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ് അല്ലേ. അയാൾക്ക് ഭയങ്കരമായ ദേഷ്യമായിരുന്നു. ആ ദേഷ്യം മുഴുവനും അയാൾ ആരിലേക്കാണ് കാണിച്ചത്, അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവനും അയാളുടെ കലീഗ്സിൻ്റെ പുറത്തേക്കാണ് അയാൾ കാണിച്ചത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം, അപ്പോൾ അതിൻ്റെ ദേഷ്യം അയാളുടെ മനസ്സിലുണ്ടാവില്ല. യൂഷ്വലി നടക്കാറുള്ളതാണ്. ഇപ്പം നമുക്ക് വേറെ ആരെങ്കിലും കാരണം നമുക്ക് ദേഷ്യം വന്നു, പക്ഷെ അവരോട് നമുക്ക് ആ ദേഷ്യം കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരെങ്കിലും നമ്മുടെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അവരോട് കാണിക്കും. യെസ്. സോ ആ ഒരു രീതിയാണ് ഇയാളും ഫോളോ ചെയ്തത്. ഹി വെന്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ്. അയാളുടെ കലീഗ്സിൻ്റെ കൂടെ കലീഗ്സിൻ്റെ അടുത്ത് അയാളുടെ ദേഷ്യം മുഴുവനും അയാൾ കാണിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ റാത്ത് എന്ന് പറയുന്നത് എന്താണ്, ദേഷ്യം. യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഈസി ആയ ഒരു വേർഡാണ്, റാത്താണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, W സൈലന്റ് ആണ്, WRATH ആണ്.